ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ക്ലവർ ടീച്ചേഴ്സ്. ഇന്ന് നമുക്ക് ചേതക് കി വീരത എന്ന കവിത മനസ്സിലാക്കാം. ആരായിരുന്നു ചേതക്? രാജ മഹാറാണ പ്രതാപിൻ്റെ കുതിരയായിരുന്നു ചേതക്. 1576 മേവാർ സൈന്യവും, മേവാർ അതായത് ഉദയ്പൂർ, മേവാർ സൈന്യവും മുഗൾ സൈന്യവും തമ്മിൽ യുദ്ധം നടന്ന സ്ഥലമായിരുന്നു ഹൽദി ഘാട്ടി. അക്ബർ ചക്രവർത്തിക്കെതിരെ ഈ ഹൽദി ഘാട്ടി യുദ്ധത്തിൽ പടക്കളത്തിലെ കൊടുങ്കാറ്റായിരുന്നു ചേതക്. രാജസ്ഥാനിലെ മേവാർ രാജാവായിരുന്ന മഹാറാണ പ്രതാപിൻ്റെ കുതിരയായിരുന്ന ചേതക് ധീരനും വിശ്വസ്തനുമായ കുതിരയായിരുന്നു. നീണ്ട മുഖവും തിളക്കമുള്ള കണ്ണുകളും തമ്മിൽ മുട്ടുന്ന ചെവികളുമൊക്കെയുള്ള സുന്ദരൻ കുതിരയായിരുന്നു ചേതക്. മഹാറാണ പ്രതാപിനെ മാത്രം അനുസരിച്ചിരുന്ന ചേതക് യുദ്ധത്തിലും മിടുക്കനായിരുന്നു. ഉയരമുള്ള മതിലുകളും മറ്റും ചാടിക്കടക്കാൻ ചേതകിന് കഴിയുമായിരുന്നു. മഹാറാണ പ്രതാപ് മുഗൾ ചക്രവർത്തി അക്ബറിനെതിരെ നടത്തിയ ഹൽദി ഘാട്ടി യുദ്ധമാണ് ചേതകിനെ പ്രശസ്തനാക്കിയത്. ഈ യുദ്ധത്തിൽ പരിക്കേറ്റ റാണ പ്രതാപിനെ സുരക്ഷിത സ്ഥാനത്തേക്ക് എത്തിച്ച ശേഷം ചേതക് മരിച്ചു വീണത്രേ. ചേതക് കി വീരത. ചേതക് ശക്തിശാലിയും ബുദ്ധിയുള്ളവനും പിന്നെ തൻ്റെ യജമാനനോട് സ്നേഹവുമുള്ള കുതിരയായിരുന്നു. ശത്രുക്കളുടെ സൈന്യത്തിന് ഈ കുതിരയെ ഭയമായിരുന്നു. ഈ കവിതയിൽ ചേതക്കിൻ്റെ ഗുണങ്ങളെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. നല്ല സാമർഥ്യമുള്ള കുതിരയായിരുന്നു ചേതക്. തൻ്റെ യജമാനൻ്റെ ആജ്ഞകളൊക്കെ, ഓർഡേഴ്സൊക്കെ നന്നായിട്ട് അനുസരിച്ചിരുന്നു. रण बीच चौकड़ी भर भर कर ചേതക് बन गया निराला था. राणा प्रताप के घोड़े से पड़ गया हवा को पाला था. रणबीज എന്ന് പറഞ്ഞാൽ യുദ്ധഭൂമിക്ക് ബീച്ച്, അതായത് യുദ്ധക്കളത്തിൽ, യുദ്ധ മൈതാനത്തിൽ ചൗക്കടി ഭർ ഭർക്കർ. ചൗക്കടി ഭർണ എന്ന് പറഞ്ഞാൽ ഉച്ചൽക്കർ ചല്ല, അല്ലെങ്കിൽ ചലാങ്ക് മാറണ, അതായത് കുതിച്ച് ചാടി, ഇങ്ങനെ ചാടി 4 കാലുകളും ഉപയോഗിച്ച് കുതിച്ച് ഉയർന്നുകൊണ്ട് യുദ്ധക്കളം മൊത്തം ഓടി നടന്നുകൊണ്ട് എതിരാളികൾ, അതായത് ശത്രുക്കളോട് പോരാടിക്കൊണ്ട് ചേതക് ബൻഗയ നിരാലാത്ത. ചേതക് എന്ന ഈ കുതിര അതുല്യനായി മാറി. നിരാല എന്ന് പറഞ്ഞാൽ അനോഖ, അതായത് അതുല്യനായി മാറി, എല്ലാ കുതിരകളിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് മാറി. रण बीच चौकड़ी भर भर कर ചേതക് ബൻഗയ നിരാലാത്ത. യുദ്ധഭൂമിയിൽ ഓടി നടന്നുകൊണ്ട്, കുതിച്ചു ഉയർന്നു നടന്നുകൊണ്ട് ചേതക് അതുല്യനായി മാറി, ശത്രുക്കളോട് പോരാടിക്കൊണ്ട് അതുല്യനായി മാറി. റാണ പ്രതാപ് കെ ഘോഡെ സെ പട് ഗയാ ഹവാ കോ പാലാ ഥ. റാണ പ്രതാപിൻ്റെ ഘോഡ, അതായത് റാണ പ്രതാപിൻ്റെ ചേതക്, ഘോഡ എന്ന് പറഞ്ഞാൽ കുതിര, റാണ പ്രതാപിൻ്റെ കുതിരയായിരുന്നു ചേതക്. പട് ഗയാ ഹവാ കോ പാലാ ഥ. പട് ഗയാ ഹവാ കോ പാലാ ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹവാസെ മുക്കാബ്ല ഹോ രഹാ ഹോ, അല്ലെങ്കിൽ ഹവാസെ പ്രതിയോഗിത ഹോ രഹയോ, കാറ്റിനോട് മത്സരിക്കുന്നത് പോലെ തോന്നും. ഈ വരികളിൽ കവി ശ്യാം നാരായൺ പാണ്ഡെ ചേതകിൻ്റെ ധീരതയെ വർണ്ണിച്ചുകൊണ്ട് പറയുകയാണ്, ചേതക് യുദ്ധത്തിൻ്റെ മൈതാനത്തിൽ, അതായത് യുദ്ധക്കളത്തിൽ കുതിച്ച് ചാടിക്കൊണ്ട് ശത്രുക്കളോട് പോരാടിക്കൊണ്ട് തൻ്റെ ധീരത കാണിക്കുകയാണ്. അങ്ങനെ അവൻ അതുല്യനായി മാറി, എല്ലാ കുതിരകളിൽ നിന്നും ഡിഫറെൻ്റായിട്ട് മാറി. കാറ്റിനേക്കാളും സ്പീഡിൽ ചേതക് ഓടുമായിരുന്നു. കാറ്റുപോലും തോറ്റുപോകുന്ന വിധത്തിലാണ് ചേതക് കുതിച്ചു പായുന്നത്. ചേതക്കിൻ്റെ വേഗതയേറിയ ചലനം കൊണ്ട് നമുക്കിതാണ് മനസ്സിലാകുന്നത്. എന്തെന്നാൽ ചേതക് കാറ്റിനോട് പോരാടുകയാണ്. ചേതക് കാറ്റിനോട് പോരാടിക്കൊണ്ട് മത്സരിച്ച് അങ്ങനെ ഓടുകയാണെന്ന് തോന്നും. गिरता न कभी चेतक तन पर राणा प्रताप का घोड़ा था. वह दौड़ रहा अरिमस्तक पर या आसमान पर घोड़ा था. ഗിർന എന്ന് പറഞ്ഞാൽ വീഴുക, ചേതക് തൻ, ചേതക്കിൻ്റെ ശരീരത്തിൽ, തൻ എന്ന് പറഞ്ഞാൽ ശരീരം, കോട എന്ന് പറഞ്ഞാൽ വിപ്പ്, അതായത് ചാട്ടവാർ, അരി എന്ന് പറഞ്ഞാൽ ശത്രു, മസ്തക് സിർ തല, അപ്പോൾ ശത്രുക്കളുടെ തലയിൽ, ആസ്മാൻ ആകാശം, ഘോഡ കുതിര. ഗിർത്ത ന കബി ചേതക് തൻ പർ റാണ പ്രതാപ് കാ ഘോഡാ ഥ. അപ്പോൾ റാണ പ്രതാപിൻ്റെ കോട ഒരിക്കലും ചേതകിൻ്റെ ശരീരത്തിൽ വീണിട്ടില്ല എന്നാണ് കവി പറയുന്നത്. വദോഡ് രഹ അരി മസ്തക് പർ യ ആസ്മാൻ പർ ഘോഡാ ഥ. ഈ ചേതക്
ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെ കുതിച്ചുകൊണ്ട് അവരെ ആക്രമിച്ചുകൊണ്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പോൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന കുതിര പോലെ തോന്നും, അങ്ങനെ തോന്നും. അപ്പോൾ ഈ വരികളിൽ കവി പറയുകയാണ്, കവി ശ്യാം നാരായൺ പാണ്ഡെ പറയുകയാണ്, റാണാ പ്രതാപിൻ്റെ ചാട്ടവാറ്, അതായത് വിപ്പ് ചേതക്കിൻ്റെ ശരീരത്തിൽ ഒരിക്കലും വീണിട്ടില്ല. അതായത് റാണാ പ്രതാപിൻ്റെ ചേതക്കിന് ഒരിക്കലും അടിച്ചോടിക്കേണ്ടി വന്നിട്ടില്ല, അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. കാരണം ചേതക് തൻ്റെ സ്വാമിയുടെ, അതായത് തൻ്റെ യജമാനൻ്റെ മഹാറാണാ പ്രതാപിൻ്റെ ഓർഡർ വളരെ നന്നായി മനസ്സിലാക്കിയിരുന്നു. എന്താണ് അദ്ദേഹത്തിന് വേണ്ടിയത്, അദ്ദേഹം വിചാരിക്കുന്നതിന് മുമ്പേ തന്നെ ചേതക് അത് ചെയ്യുമായിരുന്നു. മഹാറാണാ പ്രതാപ് ചിന്തിക്കുമ്പോഴേക്കും ചേതക് അത് ചെയ്യുമായിരുന്നു. ആകാശത്ത് നിന്നും ഇറങ്ങി വന്നതുപോലെ ചേതക് ശത്രുക്കളെ അവരുടെ തലയ്ക്ക് മുകളിലൂടെ ആക്രമിക്കുമായിരുന്നു. അതായത് ചേതക് വളരെ സ്പീഡിൽ തൻ്റെ ശത്രുക്കളുടെ തലയ്ക്ക് നേരെ ആക്രമിക്കുമായിരുന്നു. തലയ്ക്ക് മുകളിലൂടെ ഓടിക്കൊണ്ട് അങ്ങനെ ആക്രമിക്കുമായിരുന്നു എന്നാണ് കവി പറയുന്നത്. गिरता न कभी चेदक तन पर राणा प्रताप का घोड़ा था, वह दौड़ रहा अरि मस्तक पर या आसमान पर घोड़ा था. महाराणा प्रताप को अपने घोड़े को दौड़ाने के लिए उनके शरीर में घोड़ा मारने की या चलाने की ज़रूरत नहीं पड़ती. घोड़े को पता रहता है कि वह कब और कहाँ दौड़ना है. शत्रुओं के सिर के ऊपर से होता हुआ एक चोर से दूसरे चोर पर ऐसे दौड़ता जैसे आसमान में दौड़ रहा हो. അതായത് ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെ ഒരു അറ്റത്ത് നിന്നും മറ്റേ അറ്റത്തേക്ക് അങ്ങനെയാണ് കുതിര ഓടുന്നത്. അതായത് ആകാശത്തൂടെ ഓടുന്ന പോലെ, ആസ്മാൻ മേ ദൗഡ് രഹാ ഹോ, ആകാശത്തൂടെ ഓടുന്ന പോലെയാണ് കുതിര ഓടുന്നത്. ജോ തനിക് ഹവാ സെ ബാഗ് ഹിലി लेकर सवार उड़ जाता था, राणा की पुतली फिरी नहीं तब तक ചേതക് മുड़ जाता था. തനിക്ക് എന്ന് പറഞ്ഞാൽ തോടാസ, ചെറുതായിട്ട് പോലും, ഹവ കാറ്റ്, ബാഗ് എന്ന് പറഞ്ഞാൽ ലഗാം, അതായത് ബ്രിഡിൽ കടിഞ്ഞാൺ, ഹിൽന ഇളകുക, സവാർ യാത്രക്കാരൻ, ഉഡ്ജാന പറന്നുയരുക, പുത്തലി കണ്ണിലെ കൃഷ്ണമണി, ഫിർന ചുറ്റും കറങ്ങുക, മുഡ്ജാന തിരിയുക. കവി എന്താണ് പറയുന്നത്? ജോ തനിക് ഹവാസെ ബാഗ് ഹിലെ, ചെറുതായിട്ട് പോലും കാറ്റ് വീശുമ്പോഴേക്കും, അതായത് ജൈസെ ഹി തോടി സി ഹവ ചൽത്തി തി ഘോഡയ്ക്ക് ജോ ലഗാം ഹെ വോ ഹിൽ ജാത്തി തി, ചെറുതായിട്ട് പോലും കാറ്റ് വീശുമ്പോഴേക്ക് കുതിരയുടെ കടിഞ്ഞാൺ ഇളകുമായിരുന്നു. അപ്പോഴേക്കും ചേതക് എന്താണ് ചെയ്യുന്നത്? ലേക്കർ സവാർ ഉഡ് ജാത്താ ത, ചേതക് ഫുർത്തി ऐसी की लगाम के थोड़ा सा हिलते ही സവാർ കോ ലേക്കർ ഉടനെ ലഗ്താത്ത. സവാർ ആരായിരുന്നു? മഹാറാണ പ്രതാപ്. മഹാറാണ പ്രതാപിനെയും കൊണ്ട് അങ്ങ് പറന്നു ഉയരുമായിരുന്നു. റാണാ की पुतली फिरी नहीं तब तक चेदक मुड़ जाता था. वह राणा की पूरी निगाह मुड़ने से पहले ही उस ओर मुड़ जाता, अर्थात वह उनका भाव समझ जाता था. അതായത് കാറ്റുകൊണ്ട് കുതിരയുടെ കടിഞ്ഞാൺ ചെറുതായിട്ട് പോലും ഒന്ന് ഇളകുമ്പോഴേക്കും ചേതക് മഹാറാണ പ്രതാപിനെയും കൊണ്ട് സ്പീഡിൽ പറന്നുയരുമായിരുന്നു. പെട്ടെന്ന് തന്നെ കുതിച്ച് ചാടി പോകുമായിരുന്നു. എവിടേക്കാണോ റാണ പ്രതാപിന് പോകേണ്ടത്, റാണ പ്രതാപിൻ്റെ നോട്ടം അവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ചേതക് തിരിഞ്ഞ് പോകുമായിരുന്നു. അതായത് റാണ പ്രതാപ് ഒന്ന് തിരിയുന്നതിന് മുമ്പ് തന്നെ, റാണ പ്രതാപിൻ്റെ കണ്ണിലെ കൃഷ്ണമണി തിരിയുന്നതിന് മുന്നേ തന്നെ അത് ചേതക്കിന് മനസ്സിലാകുമായിരുന്നു എന്നാണ് പറയുന്നത്. റാണ പ്രതാപിൻ്റെ കണ്ണിലെ കൃഷ്ണമണി തിരിയുന്നതിന് മുമ്പ് തന്നെ കുതിര അവിടേക്ക് പോകുമായിരുന്നു. അതിനർത്ഥം ചേതക് തൻ്റെ യജമാനൻ്റെ എല്ലാ തീരുമാനങ്ങളും ചിന്തകളും നന്നായിട്ട് മനസ്സിലാക്കിയിരുന്നു. कौशल दिखलाया चालों में, उड़ गया भयानक भालों में, निर्भीक गया वह ढालों में, सरपट दौड़ा करवालों में. കൗശൽ എന്ന് പറഞ്ഞാൽ കുശലത അല്ലെങ്കിൽ നിപുണത, അതായത് നൈപുണ്യം, കഴിവുകൾ, കുതിരയുടെ യോഗ്യത. ദിഖ്ലായ കാണിച്ചു തന്നു, ചാലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗതി, ചലനത്തിൻ്റെ ഗതി, തീവ്രഗതി. ഉഡ്ഗയ ഭയാനകമായ, ഭാലോമേ, ഭാലോ എന്ന് പറഞ്ഞാൽ സ്പിയർ, അതായത് കുന്തം എന്ന് പറയാം, ഇപ്പോൾ എതിരാളികൾ ഉപയോഗിച്ചിരുന്ന ആയുധം. നിർഭീക് എന്ന് പറഞ്ഞാൽ നിഡർ, ഭയമില്ലാതെ. ഢാലോ എന്ന് പറഞ്ഞാൽ ഷീൽഡ്, അതായത് സുരക്ഷാ കവച്. ഢാൽ എന്ന വേർഡിന് മറ്റൊരർത്ഥം കൂടെയുണ്ട്, സ്ലോപ്പ്, അതായത് മുന്നോട്ട് ചെരിഞ്ഞിട്ടുള്ള
സ്ഥലം എന്നും അർത്ഥമുണ്ട്. സർപ്പട്ട് എന്ന് പറഞ്ഞാൽ ബഹുത് തേസ്, വളരെ വേഗത്തിൽ, ദൗഡ്ന ഓടുക, കർവാലോ എന്ന് പറഞ്ഞാൽ തൽവാർ, വാൾ. അപ്പോൾ കവി എന്താ പറയുന്നത്? घोड़ा अपनी गति से गति में निपुण है, उसकी कुशलता दिखती है. അവൻ്റെ കഴിവുകൾ കാണുന്നുണ്ട്, അവന് നല്ല കഴിവുകളുണ്ട്, നല്ല യോഗ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ദുഷ്മൻ ബാലെ ഫേക്ക് രഹേ ഹെ ലേക്കിൻ വ ബാലോ സെ ബി ബച്ചതാ ഹുവ ഉഡ് ജാത്താ ഹെ. അതായത് ശത്രുക്കൾ ഈ സ്പിയർ അത് എറിയുന്നുണ്ട്, കുന്തം എറിയുന്നുണ്ട് ശത്രുക്കൾ. പക്ഷേ അതിൻ്റെ മുകളിലൂടെ, അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് അതിൻ്റെ മുകളിലൂടെ, ഈ ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെ ചാടിക്കൊണ്ട്, തൻ്റെ യജമാനനെയും കൊണ്ട് ചാടിക്കൊണ്ട് ആക്രമിക്കുകയാണ് ചേതക്. वह निडर होकर युद्ध के समय में भयानक बालों और तलवारों से सुसज्जित सेनाओं के बीच में जाकर उन पर प्रहार करता है. അവൻ ഭയമില്ലാതെ ഈ യുദ്ധക്കളത്തിൽ ഭയാനകമായ ഈ കുന്തവും പിന്നെ ഈ വാളും പരിചയമൊക്കെയായി നിൽക്കുന്ന സൈന്യത്തിൻ്റെ ഇടയിൽ പോയിട്ട് അവരോട് യുദ്ധം ചെയ്യുകയാണ്, അവരോട് പോരാടുകയാണ്. അപ്പോൾ കവി പറയുകയാണ്, ചേതക് തൻ്റെ ചലനങ്ങളിലൂടെ, തൻ്റെ തീവ്രഗതിയിലൂടെ തൻ്റെ കൗശലവും ധീരതയും ഒക്കെ കാണിച്ചു തരുന്നു, തൻ്റെ യോഗ്യത, തൻ്റെ കഴിവുകൾ കാണിച്ചു തരുന്നു. തീവ്രഗതിയിലുള്ള ഓട്ടവും ഭയമില്ലാതെ ശത്രുക്കളെ ആക്രമിക്കുന്നതും തൻ്റെ ധീരതയുടെ ലക്ഷണങ്ങൾ ആണെന്ന് ചേതക് കാണിച്ചു തരികയാണ്. കയ്യിൽ വാളും കുന്തവും ഒക്കെയായി നിൽക്കുന്ന, പരിചയം ഒക്കെ ആയിട്ട് നിൽക്കുന്ന ശത്രുക്കളുടെ മുകളിലൂടെ ഭയമില്ലാതെ അവരെ ആക്രമിച്ചുകൊണ്ട് മുന്നേറുകയാണ്. ആ സ്പിയറിൻ്റെ ഒക്കെ മുകളിലൂടെ കുതിച്ച് ചാടിക്കൊണ്ട് പരിചയമായി നിൽക്കുന്ന സൈനികരുടെ അടുത്തേക്കും അവൻ ഭയമില്ലാതെ പോയി അവരെയൊക്കെ ആക്രമിച്ചു. വാളുകൾക്കിടയിലൂടെ വളരെ വേഗതയിൽ ചേതക് കുതിച്ച് ചാടി എന്നാണ് കവി പറയുന്നത്. ഹേ യഹി രഹ അബ് യഹാ നഹി വോ വഹി രഹ വഹാ നഹി, ती जगह न कोई जहाँ नहीं, किस आत्मस्तक पर कहाँ नहीं. है यही रहा अब यहाँ नहीं, वह वही रहा है वहाँ नहीं. कभी वो यहाँ होता है, ചിലപ്പോഴൊക്കെ ഇവിടെ കാണുന്നു. കബി വോ വഹാ ഹോത്ത ഹെ, ചിലപ്പോൾ അവിടെ കാണുന്നു. ചേതക്കിനെ ചിലപ്പോൾ ഇവിടെ കാണാം, ചിലപ്പോൾ അവിടെ കാണാം. ऐसा कोई जगह नहीं है जहाँ ചേതക് ना हो. എല്ലായിടത്തും ചേതകിനെ കാണാം. അതായത് യുദ്ധകളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടിക്കൊണ്ട് എതിരാളികളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് ചേതക്. വഹി രഹ ഹെ വഹാ നഹി, അത് അവിടെ കാണുന്നു, ഇപ്പോൾ അവിടെ ഇല്ല, ഇവിടെ കാണുന്നു, ഇപ്പോൾ ഇവിടെ ഇല്ല. ദി ജഗ ന കോയി ജഹാ നഹി, ऐसा कोई जगह नहीं है जहाँ ചേതക് न हो. എല്ലായിടത്തും ചേതക് ഉണ്ട്. किस सारी मस्तक पर कहाँ नहीं, कभी दुश्मनों के सिर के ऊपर से वार करता है. അതായത് ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെ ചാടിക്കൊണ്ട് ശത്രുക്കളെ ആക്രമിക്കുകയാണ് ചേതക്. അരി മസ്തക്, അരി എന്ന് പറഞ്ഞാൽ ശത്രു, മസ്തക് എന്ന് പറഞ്ഞാൽ സിർ. അരി മസ്തക് ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെ. അതായത് ശത്രുക്കളുടെ കയ്യിൽ കുന്തവും പിന്നെ വാളും പരിചയം എല്ലാം ഉണ്ട്. അവരതൊക്കെ ആയിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ശത്രുക്കളുടെ തലയ്ക്ക് മുകളിലൂടെ ചാടിക്കൊണ്ട് മഹാറാണ പ്രതാപിനെയും കൊണ്ട് ചാടിക്കൊണ്ട് യുദ്ധകളത്തിൽ മൊത്തം ഓടി ചാടി നടന്നുകൊണ്ട് അവരോട് പോരാടുകയാണ് ചേതക്. ബഡ്ത്തെ നദ്സാ വഹ് ലഹർ ഗയാ വ ഗയാ ഗയാ ഫിർ ടഹർ ഗയാ, വികരാൽ ബജ്രമൈ ബാദൽ സാ അരി കി സേന പർ ഗഹർ ഗയാ. ബഡ്ത്തെ നദ്സാ വഹ് ലഹർ ഗയാ. ബഡ്ന എന്ന് പറഞ്ഞാൽ ഒഴുകുക, മുന്നോട്ട് ഒഴുകുക. നദ്സ നദീസ, നദി പോലെ. ലഹർ ഗയ, ലഹർ എന്ന് പറഞ്ഞാൽ വേവ്, അതായത് തിരമാലകളായി അലകളായി ചേതക് മാറി എന്നാണ് പറയുന്നത്. വ ഗയാ ഗയാ ഫിർ ടഹർ ഗയ. ടഹർ ജാന എന്ന് പറഞ്ഞാൽ തങ്ങുക. വിക്രാൽ എന്ന് പറഞ്ഞാൽ ഭയാനകമായ. വജ്രമയ എന്ന് പറഞ്ഞാൽ ബഹുത് കഠോർ, വളരെ ഹാർഡായിട്ടുള്ള. ബാദൽ മേഘം. ഗഹർ ഗയ എന്ന് പറഞ്ഞാൽ ചാഗയ, അല്ലെങ്കിൽ ഗഹർ ജാന എന്ന് പറഞ്ഞാൽ ടൂട്ട് പഠന, ആക്രമിക്കുക, ഹംല കർണ. കവി എന്താ പറയുന്നത്? ചേതക് നദി में आए लहर की तरह है, जो पहले लहर उड़ के आती है और फिर शांत हो जाती है,
और शत्रु की सेना पर भयानक वज्रमय बादल बनकर टूट पड़ता है और ശത്രുവും കാ നാശ് കർത്താ ഹെ. അതായത് ഒഴുകുന്ന നദി പോലെ ചേതക് ആടി ഉലഞ്ഞ് തിരമാലകൾ പോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. നദി മുന്നോട്ട് ഒഴുകുന്നത് പോലെ ശത്രുക്കളോട് പോരാടിക്കൊണ്ട് ചേതക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. बढ़ती हुई नदी के समान ചേതക് ആകെ बढ़ता जा रहा है, ലഹർ रहा है. ശത്രുക്കളെ കൊല്ലുന്നു, അങ്ങോട്ട് പോകുന്നു, പിന്നെ കുറച്ച് നേരം നിൽക്കുന്നു, വീണ്ടും ശത്രുക്കളുടെ നേരെ ആക്രമിക്കുന്നു. ഇങ്ങനെ ചേതക് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ഭയാനകമായ വളരെ ഉറപ്പുള്ള മേഘം പോലെ ശത്രുക്കളുടെ സൈന്യത്തിന് നേരെ ഇടിമുഴക്കം പോലെ അങ്ങ് പതിക്കുകയാണ് ചേതക്. അതായത് ആക്രമിക്കുകയാണ്, ശത്രുക്കളെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചേതക്കിനെ കവി നദിയായിട്ടും ഒഴുകുന്ന നദിയായിട്ടും ഉപമിച്ചിരിക്കുകയാണ്. പിന്നെ വജ്രമായി ബാദൽ പോലെ, അതായത് വളരെ കഠിനമായ ഈ മേഘത്തെയും ഇതുമായിട്ട് ചേതക്കുമായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. भाला गिर गया गिरा निशंग, हाई टापों से घन गया अंग, वरी समाज रह गया दंग, घोड़े का ऐसा देख रंग. ബാല എന്ന് പറഞ്ഞാൽ സ്ഫിയർ, അതായത് കുന്തം. നിഷങ്ക് എന്ന് പറഞ്ഞാൽ ക്വയർ ഓഫ് ആരോസ്, അതായത് അമ്പുകളുടെ പെട്ടി, അമ്പുകളൊക്കെ ഇട്ട് വെക്കുന്ന ആ ആവനാഴി എന്ന് പറയാം. ഹൈ ടാപ്പ് എന്ന് പറഞ്ഞാൽ, ഹൈ എന്ന് പറഞ്ഞാൽ കുതിര, ടാപ്പും കുളമ്പ്, കുതിരക്കുളമ്പുകൾ. ഘൻഗയ എന്ന് പറഞ്ഞാൽ ചിന്ന ഭിന്ന ഹോഗയ അല്ലെങ്കിൽ ഘായൽ ഹോഗയ, അതായത് മുറിവേറ്റ് ചിന്ന ഭിന്നമായി പോയി. പിന്നെ അങ്ക് എന്ന് പറഞ്ഞാൽ ശരീരം, വൈരി എന്ന് പറഞ്ഞാൽ ശത്രു, ദങ്ക് എന്ന് പറഞ്ഞാൽ ഹെറാൻ, അതായത് ആശ്ചര്യപ്പെട്ടു പോയി, സ്തംഭിച്ചു പോയി. ഭാല ഗിർ ഗയ ഗിരാ നിശങ്ക്, ഹൈ ടാപ്പോ സെ ഘൻ ഗയ അങ്ക്, घोड़े की टापों से दुश्मन पूरी तरीके से घायल हो गए, उनके भाले और तरकश सभी ज़मीन पर पड़े थे. वरी समाज रह गया दंग, घोड़े का ऐसा देख रंग. घोड़े के यह रूप देखकर, ये रूप रंग देखकर दुश्मन हैरान रह जाते हैं. അപ്പോൾ എന്താ കവി പറയുന്നത്? ഭാല ഗിർ ഗയ ഗിരാ നിശങ്ക്, ഹൈ ടാപ്പോസെ ഘൻ ഗയ അങ്ക്. ഈ ശത്രുക്കളുടെ, അതായത് ഘോഡെ की टापों से दुश्मन पूरी तरीके से घायल हो गए. ഹൈ ടാപ്പോ സെ ഘൻ ഗയ അങ്ക്, ഘോഡെ की टापों से, അതായത് കുതിരക്കുളമ്പുകൾ കൊണ്ട് ശത്രുക്കൾ നല്ല രീതിയിൽ തന്നെ അവരങ്ങ് ചിന്ന ഭിന്നമായിപ്പോയി, അവർക്ക് നന്നായിട്ട് മുറിവേറ്റു. പിന്നെ ഭാല ഗിർ ഗയ ഗിരാ നിശങ്ക്, അതായത് അവരുടെ കയ്യിലുള്ള ആയുധങ്ങളൊക്കെ വീണു. ഉൻകെ ഭാലെ ഓർ തർക്കഷ് സബി ജമീൻ പർ പടേ തെ, എല്ലാം നിലത്ത് വീണു. വരി സമാജ് രഹ ഗയ ദങ്ക്, ഘോഡെ കാ ഏസ ദേഖ് രംഗ്. ഈ കുതിരയുടെ ഈ നിറം കണ്ടിട്ട്, ഈ രൂപം കണ്ടിട്ട്, ഇങ്ങനെയുള്ള ശക്തമായ ഈ രൂപം കണ്ടിട്ട് ഈ ശത്രുക്കളുടെ കൂട്ടം ആശ്ചര്യപ്പെട്ട് നിന്നുപോയി. घोड़े के यह रूप रंग देखकर दुश्मन हैरान रह जाते हैं. ഈ രൂപം കണ്ടിട്ട്, ആക്രമിച്ച് എല്ലാവരോടും പോരാടി നിൽക്കുന്ന ഈ ചേതക്കിൻ്റെ രൂപം കണ്ടിട്ട് ശത്രുക്കളുടെ ആ കൂട്ടം അവർ അങ്ങ് സ്തംഭിച്ചു നിന്നുപോയി എന്നാണ് കവി പറയുന്നത്. ശ്യാം നാരായൺ പാണ്ഡെ. कवि से परिचय. वीर रस की कविताओं के लिए चर्चित कवि श्याम नारायण पांडे की सर्वाधिक लोकप्रिय काव्य कृति हल्दी घाटी का प्रकाशन सन 1939 में हुआ था. വീർരസ് എന്ന് പറഞ്ഞാൽ ഉത്സാഹം, അതായത് യുദ്ധമോ മറ്റെന്തെങ്കിലും കഠിനമായ അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിൽ ഉത്സാഹം വരുന്നതിനാണ് വീർരസ് എന്ന് പറയുന്നത്. അപ്പോൾ വീർരസ് ഉള്ള ആ ഉത്സാഹമുള്ള ആ കവിതകൾക്ക് വേണ്ടിയിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിയായിരുന്നു ശ്യാമനാരായൺ പാണ്ഡെ. ശ്യാമനാരായൺ പാണ്ഡേക്ക് സർവാധിക് ലോകപ്രിയ കാവ്യകൃതി ഹൽദി ഘാട്ടി കാ പ്രകാശൻ, അതായത് അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യകൃതിയായിരുന്നു ഹൽദി ഘാട്ടി, അതായത് കാവ്യാത്മകമായ ഒരു സൃഷ്ടി ഹൽദി ഘാട്ടി. പ്രകാശിത് കിയ, അതായത് പ്രസിദ്ധീകരിച്ചത് 1939 अभी आपने जो ചേതക് की वीरता कविता पढ़ी है वो हल्दी घाटी का ही एक अंश है. അപ്പോൾ ഈ ചേതക് की वीरता എന്ന ഈ കവിത ഹൽദി ഘാട്ടിയുടെ ഒരു ഭാഗമാണ്. भारत के स्वतंत्रता संग्राम के अंतिम वर्षों में हल्दी घाटी काव्य कृति ने स्वतंत्रता सेनानियों में सांस्कृतिक एकता और उत्साह का संचार
कर दिया है. ഭാരത് കെ സ്വതന്ത്രതാ സംഗ്രാം കെ അന്തിം വർഷമേ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ അവസാന വർഷങ്ങളിൽ ഹൽദി ഘാട്ടി കാവ്യകൃതിനെ, ഈ കാവ്യാത്മക സൃഷ്ടി, അതായത് കാവ്യകൃതി സ്വതന്ത്രതാ സേനാനികളുടെ ഇടയിൽ സാംസ്കാരികമായിട്ടുള്ള ഏകതയും, അതായത് ഐക്യവും, സാംസ്കാരിക ഐക്യവും പിന്നെ ഉത്സാഹവും ഇതെല്ലാം അങ്ങ് വളർത്തിയിട്ടുണ്ട്, അവരിൽ പരത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.